നമസ്കാരം. ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തല. അല്ല, ഞാനാണ് മുഖ്യമന്ത്രി എന്ന് വി.ഡി. സതീശൻ. നിങ്ങൾ രണ്ടുപേരുമല്ല, ഞങ്ങളാണെന്നും പറഞ്ഞ് വേറെ കുറെ പേർ. ഇനി 1.25 വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിൽ പോര് മുറുകുകയാണ്. ഏറെക്കാലമായി നിലച്ച ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും തലപൊക്കുകയാണ് ഇപ്പോൾ. മുൻപ് കെ സുധാകരനും സതീശനും തമ്മിലായിരുന്നെങ്കിൽ ഇപ്പോൾ സതീശനും ചെന്നിത്തലയും തമ്മിലാണ്. പിങ്കിമോൾക്കും പപ്പുമോനും പിന്നെ ഇതിനൊന്നും തീർക്കാനുള്ള സമയവുമില്ല. അല്ല, അവരുടെ ശ്രദ്ധ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതിലും ശത്രു രാജ്യങ്ങളുമായി ചേർന്ന് ഭാരതത്തെ തകർക്കുന്നതിലുമാണല്ലോ. എന്തായാലും കോൺഗ്രസിലെ ഈ ചേരിപ്പോര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ എന്നുമുള്ള കോൺഗ്രസ് നേതാക്കളുടെ അമിത ആത്മവിശ്വാസത്തിന്റെ ഫലമാണ് ഈ തമ്മിൽ തല്ല്. സാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പിച്ച് മുൻനിരക്കാരാകാനുള്ള രമേശ് ചെന്നിത്തലയുടെ ഓട്ടത്തിന് കടിഞ്ഞാനിടാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പിന്നാലെ കൂടുതൽ പേർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ചെന്നിത്തലയ്ക്ക് പച്ചക്കൊടി കാണിച്ചതോടെയാണ് ഇതിനെതിരെ അണിയറ നീക്കം സജീവമായത്. കെ മുരളീധരനും UDF കൺവീനർ MM ഹസനുമാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. കൂടുതൽ ചടങ്ങുകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് എങ്ങനെയെന്നാണ് ഹസൻ തുറന്നടിച്ചത്. കെ മുരളീധരനും സമാനമായ അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ മാത്രം മുഖ്യമന്ത്രിയാകുമോ എന്നതായിരുന്നു ചോദ്യം. ആദ്യം പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുമോ എന്ന് നോക്കാം എന്നാണ് മുരളീധരൻ നിലപാട് വ്യക്തമാക്കി പറഞ്ഞത്. ചെന്നിത്തലയെ പുകഴ്ത്തി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീണ്ടും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുരളീധരന്റെ ഈ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം. സ്ഥാനത്തിനു വേണ്ടി നീതിയുടെ വഴി ഉപേക്ഷിക്കില്ലെന്ന് പുതുപ്പള്ളിയിൽ കോട്ടയം ഭദ്രാസനത്തിന്റെ പരിപാടിയിൽ സതീശൻ പറഞ്ഞതും ചെന്നിത്തലയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. മാരാമൺ കൺവെൻഷനിൽ അടക്കം പങ്കെടുത്ത് ക്രൈസ്തവ സഭകളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് വരുത്താനുള്ള നീക്കം സതീശനും തുടങ്ങിയിട്ടുണ്ട്. NSS വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതോടെയാണ് നേതാവ് ആര് എന്ന ചോദ്യം ഉയർന്നതും തർക്കം രൂക്ഷമായി മാറിയതും. ചെന്നിത്തലയെ പിന്തുണച്ചും സതീശനെ തള്ളിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമാണെന്ന് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴും ചെന്നിത്തലയുടെ ഉന്നം കാലുവാരി തന്നെ അട്ടിമറിച്ച സതീശനെ മറികടന്ന് കോൺഗ്രസിലും UDF-ലും ഒന്നാമനാകുക എന്നത് തന്നെയാണ്. ശിവഗിരിയിൽ ഗുരുവിനെ സനാതനത്തിന്റെ തൊഴുത്തിൽ കെട്ടാൻ അനുവദിക്കില്ലെന്ന് തുറന്നടിച്ച കെ സുധാകരനും താൻ സതീശനൊപ്പം അല്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ ഒരു മുറിക്കുള്ളിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കിയും പരസ്പരം ചെളിവാരി എറിഞ്ഞും അവർ മത്സരിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. BJPക്ക് ഉണ്ടാകുന്ന വോട്ടിന്റെ വർധനവിൽ വിളറിപ്പൂണ്ട് നടക്കുന്നവർ ഗ്രൂപ്പിലെ തമ്മിൽ തല്ലലും കാലുവാരലും ആദ്യം തീരുമാനമാക്കട്ടെ. എന്തായാലും CPM-ൽ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി ജയിച്ചു കയറിയപ്പോൾ ആ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തിയ പിണറായിയും നല്ലൊരു അവസരം ഒത്തുകിട്ടിയപ്പോൾ രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ മുഖ്യനാകാൻ ശ്രമിക്കുന്ന വി.ഡി. സതീശനും ഒരേ വെള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.